ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പയറുപുളി ഉണ്ടാക്കിയാലോ? ഈ പയർ ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ വൻപയർ എന്നാണ് പറയുന്നത്. നമ്മുടെ ചെറുപയറിനെക്കാട്ടിലും കുറച്ചുകൂടി വലിയ ചുവന്ന പയറാണ്. വേവിച്ചപ്പോൾ കുറച്ച് വെന്ത് പോയി, കുറച്ച് വെള്ളവും അധികമുണ്ട്. ഞാനതുകൊണ്ട് ഇനിയും വേവിച്ചാൽ പയർ തോരൻ വെക്കാൻ കൊള്ളാതായിപ്പോവും. അതുകൊണ്ട് ഞാൻ ആ വെള്ളം അങ്ങ് ഊറ്റിയെടുത്ത്, എന്നിട്ട് നമുക്ക് ആ പയർ വേറെ തോരൻ വെച്ചെടുക്കാം. വെള്ളം നമുക്ക് കളയണ്ട, അതിൻ്റെ വൈറ്റമിൻസൊക്കെ അതിനകത്തല്ലേ, അത് നമുക്ക് പുളി വെച്ചെടുക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 2-3 കഷ്ണം ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില എത്രയും എടുത്തിട്ടുണ്ട്. ഞാനതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. മല്ലിയില ചെറുതായിട്ടൊന്ന് അരിഞ്ഞു എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ അതിനാവശ്യമുള്ള പൊടികളെല്ലാം കൂടി എടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇനി ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടിയും 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും എടുക്കുന്നുണ്ട്. അത് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഇട്ട് അരയ്ക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു. ഒരുണ്ട് പുളിയും ഇട്ട് കൊടുത്തു. വെള്ളമൊഴിച്ചതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം ഞാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് പൊട്ടുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി കരിഞ്ഞു പോകാതെ നന്നായിട്ട് ഇളക്കി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകത്തക്കവണ്ണം ഇളക്കിയെടുക്കണം. ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കണം. നമ്മൾ രസം അല്ലെങ്കിൽ പിഴിഞ്ഞുപുളി വെക്കുന്ന അതുപോലെ തന്നെ പയറിൻ്റെ പുളിയും അല്പം തേങ്ങ അരച്ചതും കൂടി ചേർക്കുന്നുണ്ടെന്നേ ഉള്ളൂ. രസത്തിന് മല്ലിപ്പൊടി ചേർക്കാറില്ല. പയറുപുളിക്ക് നമ്മൾ മല്ലിപ്പൊടി കൂടി ചേർക്കുന്നു. കറിവേപ്പിലയും മല്ലിയിലയും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. കണ്ടില്ലേ, ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയും എടുത്തിട്ടുണ്ട്, അതിൽ കാണാൻ പറ്റും. ഇനി പൊടികളുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുക്കണം. ചെറിയ തീയിൽ വേണം ഇളക്കാനെ കൊണ്ട്, ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ഇനി നമ്മൾ തേങ്ങ അരച്ച് വെച്ചിരുന്നത് കൂടി അരച്ചത് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പൊടികളൊക്കെ ആ തേങ്ങയുമായിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ആകണം. നന്നായിട്ട് മിക്സായി തേങ്ങയിൽ എണ്ണയൊക്കെ ഒന്ന് അതിൽ പിടിച്ച് എണ്ണ തെളിയുന്ന പോലെ ഒരു പരുവത്തിനെത്തും. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ പയർ വേവിച്ച് വെച്ചിരുന്ന പയറിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ കൂടി അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പയറിൻ്റെ വെള്ളം ഊറ്റി വെച്ചിരുന്നത് കൂടി അതിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ചെറിയ തീയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ചെറിയ തീയിൽ തന്നെ വെച്ച് തിളപ്പിച്ചാൽ മതി. വലിയ തീയിട്ടാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ തീയിൽ മിക്സ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഗ്രേവി വേണ്ടുന്നതനുസരിച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. നല്ല ക്രീമി ആയിട്ടിരിക്കുകയാണെങ്കിൽ ചപ്പാത്തിക്കൊക്കെ കൂട്ടാനും നല്ലതാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കുക. നല്ല അടിപൊളി പയറുപുളി റെഡി ആയിട്ടുണ്ട്. സൂപ്പറാണ്, ടേസ്റ്റിയാണ്. നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കണം.